ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിലെ മൈക്കിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മൈക്ക്. ബോയയുടെ മൈക്കാണ്. ബോയയുടെ BY-M1 എന്നുള്ള സാധാരണ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈക്കാണിത്. കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ 2-3 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ മൈക്കാണ് ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത്. സാധാരണ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഈ ഒരു മൈക്കിനെ കുറിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂ ഉള്ളൊരു മൈക്കാണിത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റിവ്യൂ അല്ല നോക്കുന്നത്. ജസ്റ്റ് ഞാൻ ഈ ഒരു മൈക്ക് വാങ്ങിയ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാധാരണ ഫോണിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഫോണിലെ മൈക്കിൽ തന്നെയാണ് ഓഡിയോ കൂടി റെക്കോർഡാകുന്നത്. ആ സമയത്ത് ഫോണിലൂടെ മൈക്ക് റെക്കോർഡാകുന്ന സമയത്ത് നല്ല രീതിയിൽ നോയ്സ് കയറി വരുന്നുണ്ട് നമ്മുടെ വോയിസ്. എന്നാൽ ഈ ഒരു മൈക്കിലേക്ക് മാറിയ സമയത്ത് നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതായത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എൻ്റെ സൗണ്ട് ഫോക്കസ്ഡ് ആണ് ഈ ഒരു മൈക്കിൽ. അതാണ് എനിക്ക് വലിയൊരു ചേഞ്ച് ആയിട്ട് തോന്നിയത്. ഇത് ക്യാമറയിലും അതുപോലെ തന്നെ നമ്മുടെ ഫോണിലും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാമറയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ക്യാമറയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിലെ മൈക്കിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ഫോണും ഈ ഒരു മൈക്കും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.